നമ്മുടെ കോഴിക്കോടത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും മറ്റു ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. ഒന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കണ്ടാൽ നിങ്ങൾക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം മറക്കണ്ട. ഇഷ്ടപ്പെടുന്നുണ്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തട്ടുകട ഫുഡ് അടിക്കാൻ ഇറങ്ങിയതാട്ടോ. ഒന്ന് നമ്മളൊരു കിച്ചൂസ് തട്ടുകട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് നമ്മളെ ഈസ്റ്റ് ജംഗ്ഷൻ എന്ന് പറയും. നമ്മളെ റീഗൽ തിയേറ്റർ ഒക്കെ ഇല്ലേ, അതാണ് റീഗൽ തിയേറ്ററാണ് കാണുന്നത്. നമ്മളെ എരഞ്ഞിപ്പാലത്ത് നിന്ന് വെസ്റ്റിൽ ചുങ്കത്തേക്ക് പോകുന്ന ആ ബൈപ്പാസ് ഉണ്ട്, അവിടെ ആ ജംഗ്ഷനിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞ സുഹൃത്ത് മൂപ്പരിവിടെ രാത്രി ഇഷ്ടവും പുട്ടുമൊക്കെ കഴിക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അവിടെ ഇഷ്ടവും കഴിഞ്ഞില്ലല്ലോ, പുട്ടും ഇഷ്ടവും ഗ്രീവീസ് ഇപ്പോൾ വേണ്ട. എനിക്കൊരു പുട്ടും ഇഷ്ടവും ആ കോമ്പോ എടുത്തോളെ. ഞാനിത് കഴിക്കാൻ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അതാണ് നമ്മളെ സാധനം, പുട്ടും സ്റ്റൂം. ഇത് കഴിക്കുന്ന ആളൊരു സ്ഥിരം കഴിക്കുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ട് നോട്ടെ. 2-3 മാസം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എത്താൻ കുറച്ച് നേരം വൈകിയതാണ്. അവിടെ പിടിക്കേ, നല്ല ചൂടുള്ള പുട്ടും അതിൻ്റെ മുകളിൽ ഒരു സ്റ്റൂം. ആദ്യം ഗ്രേവി മാത്രം എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ, ഞാൻ എടുത്ത് നല്ല ചൂട് പുട്ടേ. സാധനം സെറ്റ് കേട്ടോ, അടിപൊളി. നല്ല ടേസ്റ്റുള്ള ഗ്രേവി. അതാണ് പിന്നെ ചൂട് പുട്ടും കൂടെ ആകുമ്പോഴേ ആ ഒരു സുഖം. ഒരു പപ്പടം കൂടി ഉണ്ട്, അടിപൊളിയാണ്. പക്ഷെ ഇവിടെ പപ്പടം ഒന്നും കണ്ടില്ല കേട്ടോ, വെറുതെ പറഞ്ഞാണ്. സംഭവം അടിപൊളി, നല്ല രസമായിട്ട് കേട്ടോ. പിന്നെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഞാനെല്ലാം കാണിച്ചു തരാം. കുറേ കറികളുണ്ട്, കാണിച്ചു തരാം. മീനോ ഇത് ബീഫ് ആയിരിക്കും അല്ലേ? ബീഫും ചപ്പാത്തി. ഇത് നമ്മൾ കഴിച്ച സ്റ്റൂ അല്ലേ? ഈ മീൻ മുളക് ഇട്ടത് പൂളയും കൂട്ടി അതിനൊരു വരവും കൂടി ഞാൻ എന്തായാലും കൊണ്ട് പേരുണ്ട്. നോക്കട്ടെ, കഴിച്ചോ. ഓംലേറ്റ് ഒക്കെ പറയാ, തട്ടുകടയല്ലേ. നോക്കട്ടെ കേട്ടോ. ഒരു ബുൾസയും കൂടി പറഞ്ഞിട്ട് കേട്ടോ. ഞാനും വൈഫും ഉണ്ട്. തട്ടുകടയിലൊക്കെ വന്നാൽ എങ്ങനെ ഒരു ഓംലെറ്റ് ബുൾസൈ അടിക്കാണ്ട് പോകാൻ പറ്റൂല. ഒരു സിംഗിൾ ബുൾസൈ മതി തൽക്കാലം. പക്ഷെ ഈ ഒരു മീൻകറി ഞാനത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ടത്, ഇത് വൈകുന്നേരം 4 മണിക്ക് കൂടെ പൊറോട്ട അടിച്ചു കൊടുക്കും. അതൊന്ന് കഴിച്ചു നോക്കിയാലോ അല്ലേ? എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട് ഇതിലിട്ടോ. വേറെ പ്ലേറ്റ് ഒന്നും എടുക്കണ്ട, തന്നെ ഒറ്റ പ്ലേറ്റ് ഉണ്ട്. കൂടെ കഴിച്ചു കേട്ടോ. നല്ല ചൂടാ. ഇപ്പോഴാണ് ആ ഒരു സെറ്റായത്. ഗ്രീൻ പീസ് കൂടി അടിച്ചാലോ? ഈ കഴിക്കെങ്കിലും ഞാൻ വാങ്ങാൻ, ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ, എനിക്ക് ആവില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സിംഗിൾ ഗ്രീൻ പീസ് കൂടെ പറയട്ടെ. ഏട്ടാ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ ഗ്രീൻ പീസ് എടുക്കണേ. സിംഗിൾ മതി. ട്രൈ ചെയ്യാം. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? അപ്പം നമുക്കുള്ള ഗ്രീൻ പീസ് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ഗ്രീൻ പീസ് ഒരു കട്ടൻ ഈ ഒരു തണുപ്പുള്ള സമയത്ത് അടിക്കാൻ. ഉള്ളി ഒരു സ്പൂൺ വേണേ, കുറച്ച് പെപ്പർ, കുറച്ച് മതി. സാധനം സെറ്റാട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ടേസ്റ്റ് കിട്ടാൻ അടിപൊളിയാകും. അപ്പോൾ എന്തായാലും നല്ലൊരു സ്പോട്ട് കേട്ടോ. പറഞ്ഞു തന്നാക്ക് പ്രത്യേകം നന്ദി. ഒരിക്കലും കൂടി ഇവിടെ വരാനുണ്ട്. നമുക്ക് ആ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറേ പേര് ഈ ചപ്പാത്തിയും ബീഫും കഴിക്കുന്നത് കണ്ടു കേട്ടോ. ഈ ഒരു സമയത്ത് ചപ്പാത്തി നല്ല ബീഫും. പിന്നെ ഇവിടെ ഇവർ 4 മണിക്ക് മറ്റോ വൈകുന്നേരം 4 മണി മുതൽ 12 മണി വരെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. ആ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പൊറോട്ടയൊക്കെ ലൈവ് അടിച്ച് ഒരു 5 മണി 6 മണി സമയത്തൊക്കെ നല്ല ചൂടുള്ള പൊറോട്ടയൊക്കെ കിട്ടാൻ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. കുറേ വീഡിയോസ് ഉണ്ട്, കയറി കണ്ടുവെക്കുന്നുണ്ട്.